എടുക്കാം. ആമേൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-4 വാക്യം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 3-4 വാക്യം. വേഗത്തിൽ. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവന് വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. സാഹചര്യം എന്താണെന്ന് അറിയാമോ? ആരേവൻ? ലഗ്യോൻ. 6000 ഭൂതം ബാധിച്ച ഗദരദേശത്ത് പാർക്കുന്ന, കല്ലറകളിൽ പാർക്കുന്ന, ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചിന്തിക്കുന്നത്, ആദത്തിനെ പോലെ ഇവനെ ഉണ്ടാക്കിയെടുത്തതല്ല. ഇവന് അപ്പനുണ്ട്, അമ്മയുണ്ട്, ബന്ധക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഒരുപക്ഷെ ഭാര്യ ഉണ്ടാകാം, ഒരുപക്ഷെ മക്കളുണ്ടാകാം. സ്വന്തം ബന്ധങ്ങൾക്കെല്ലാം അതീതനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചില നാളുകളോളമായിട്ട് ഒറ്റപ്പെട്ട സ്വതൊരു കല്ലറയിൽ പാർക്കുകയാണ്. ആ വഴി ആർക്കും നടക്കാൻ പറ്റിയിരുന്നില്ല. ആ വഴി നടക്കുവാൻ അവൻ അനുവദിച്ചിരുന്നില്ല. സ്വതന്ത്രം. അതുപോലെ ആർക്കും മരിക്കാൻ പറ്റാത്ത ഒറ്റയാനായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന 6000 ഭൂതം ബാധിച്ച ലഗിയോനെ തേടി യേശു ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മാതാപിതാക്കൾക്ക് തലവേദനയായി, ദേശത്തിന് തലവേദനയായി, പട്ടണക്കാർക്ക് തലവേദനയായി, ഇവനെ കൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം എന്റെ മുമ്പിലായിരിക്കുന്ന ചിലതിനെ കരത്തിൽ പരമേൽപ്പിക്കാൻ പോകുകയാ. നീ ഇറങ്ങിച്ചൊല്ലും, നീ ശാസിക്കും, ചിലതിനെ നോക്കി നീ ഒന്ന് പ്രഖ്യാപിക്കും. അത് മുഴങ്കാൽ മുടക്കുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, നിന്നിൽ വ്യാപരിക്കുന്ന ആരാ വ്യാപരിക്കുന്നത്? എടാ, യേശുവിന് കഴിയാത്ത വല്ലതും ഉണ്ടോ? നിങ്ങളുടെയൊക്കെ ചുറ്റുപാടിലൊക്കെ പലതിനെയും നിങ്ങൾ കാണും. മരിക്കാൻ പറ്റാത്ത ചിലതിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ചിലതിന്റെ മേൽ അഭിഷേകത്തിന്റെ പുത്തൻ പുതപ്പ് പരിശുദ്ധ ദൈവം ഇടവാനിടയായി തീരും. ആർക്കും അടക്കാൻ പറ്റാത്തതിനെ, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ നിന്റെ വാക്കുകൾ കൊണ്ട് അടക്കി നിർത്തുവാൻ പരിശുദ്ധ ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ കരത്തെ ബലപ്പെടുത്താൻ പോകുകയാണ്. ചോദിക്കുന്നത് ഉപവാസ പ്രാർത്ഥന ചോദിക്കുന്ന കാറായിരിക്കരുത്, ലോറി ആയിരിക്കരുത്, വണ്ടി ആയിരിക്കരുത്, സ്വന്തം വീടായിരിക്കരുത്, നന്മയായിരിക്കരുത്. കർത്താവേ, ഒരു അഭിഷേകം എന്റെ മേൽ പകരണമേ, ഒരു ദൈവകൃപ എന്റെ മേൽ പകരണമേ. പട്ടണം നശിക്കുകയാണ്, ദേശം നശിക്കുകയാണ്. ഒരുത്തനും നിയന്ത്രിക്കാൻ പറ്റാതെ വണ്ണം പല വ്യക്തിത്വങ്ങൾ കയ്യിൽ നിന്ന് വഴുതി പോകുമ്പോൾ വരുതിയിൽ വരുത്തുക ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകരണമേ. നിങ്ങൾ ഇന്ന് കാണുന്നുണ്ട്, പലരും പല ഭാര്യമാരും കടന്നു വന്നിട്ട് നിലവിളിക്കുന്ന പല നിലവിളികൾ നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്റെ കൺട്രോളിലല്ല. ആ മനുഷ്യൻ മുഴുവൻ മദ്യപാനിയ, ജീവിച്ചു മതിയായി. ആത്മഹത്യക്ക് ചിന്തിക്കുന്ന പലരുടെയും വാക്കുകൾ നിങ്ങളെ കാതുകളിൽ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് ഈ ഹൃദയത്തിനകത്തളത്തിൽ അത് ഫീൽ ചെയ്യത്തില്ലായിരിക്കാം, പക്ഷെ ആത്മാവ് വന്ന അത് ഫീൽ ചെയ്യും. കൊച്ചു വാക്കുകളാണ് നിന്റെ കാതുകൾ കേൾക്കുന്നതെങ്കിലും അതിനെ പിടിച്ചെടുത്തുകൊണ്ട് ഇടിവിൽ നിൽപ്പാൻ തക്ക വിധം, പ്രാർത്ഥിക്കാൻ കരയാൻ തക്ക വിധം ഒരാത്മഭാരം നിന്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നുകൊണ്ടിരിക്കും. ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ആരാലും ഇവനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒതുക്കാൻ പറ്റുന്നില്ല. കേട്ടോ പ്രിയമക്കളെ, നമ്മുടെ സ്വന്തം നല്ല നിയമ സംവിധാനം നമ്മുടെ പട്ടണത്തിലുണ്ട്, നമ്മുടെ ദേശത്തിലുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ നിയമ സംവിധാനങ്ങൾക്ക് പോലും അടക്കി വെക്കാൻ പറ്റാത്ത ചിലതിനെ അടക്കാൻ കഴിയുന്നവനെയാണ് ഇന്ന് പകൽക്കാലം സത്യത്തിൽ ആത്മാവിൽ നാം ആരാധിക്കുന്നത്. അവന് കഴിയാത്തതൊന്നുമില്ല. അവന്റെ കരമൊന്ന് വെളിപ്പെട്ടാൽ, ഈ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് ചലിച്ചിറങ്ങിയാൽ അടങ്ങാത്തതെല്ലാം അവൻ അടക്കും. അവൻ അടങ്ങാത്ത വല്ലതും ഉണ്ടോ പ്രിയ മക്കളെ? നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദേശത്തിന്റെ മധ്യത്തിൽ ദുരാത്മാവ് ബാധിച്ചതിന് ഏതെങ്കിലും വ്യക്തിത്വം എന്റെ മുമ്പിൽ കൊണ്ടുവാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ പുറത്താക്കാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ അഴിച്ചു മാറ്റാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഒരു പ്രവൃത്തി നടക്കും, വിശ്വസിക്കാമോ?
ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങളെ കൊടുത്തൊന്ന് കർത്താവേ, എൻ്റെ കരത്തെ ദൈവം വിശുദ്ധീകരിക്കണമേ, എൻ്റെ കരത്തെ ദൈവം വിശുദ്ധീകരിക്കണമേ. ഞാൻ ചിലതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഞാൻ ചിലതിന് മേൽ കരം വെക്കുമ്പോ ഒരു ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുവാൻ തക്ക വിധം ഇന്ന് പകലിൽ ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ പകരണമേ. മക്കളെ, സ്വതം ഇത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊറിയയിൽ നിന്ന് കുറേ സഹോദരന്മാരെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്ത് വന്നപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലുണ്ട്. അന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഏകദേശം 2001-2002 കാലയളവിലാണെന്ന് തോന്നുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഉറ്റുനോക്കാൻ വേണ്ടി വന്നതാ ദേശം. എന്താണെന്നറിയോ, കൊറിയയിൽ സ്വതം ഒരു വലിയ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അവർ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ലോകത്തിന്റെ ഉണർവ് എവിടെ നിന്ന് സംഭവിക്കും? ലോകത്തിന്റെ ഉണർവ് ഇന്ത്യയിൽ നിന്ന് സംഭവിക്കും. പരിശുദ്ധ ദൈവം സംസാരിക്കാനിടയായിട്ടുണ്ട്. ഇന്ന് സ്വതം ഇന്ത്യയിൽ ആരാധിക്കുന്ന നോർത്ത് ഇന്ത്യൻ പട്ടണങ്ങളിലൊക്കെയും വലിയ പ്രതിസന്ധികളുണ്ട് പ്രിയ മക്കളെ. അല്ലെങ്കിൽ ഇത് വരുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? ആത്മഭാരം കൂട്ടുകയാ. ദൈവജനത്തിന്റെ അകത്തളത്തിൽ ആത്മഭാരം വർദ്ധിപ്പിക്കുകയാണ്. സ്വതം നിന്നിലൂടെ നിന്റെ പട്ടണത്തിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ ദൈവം ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഒരു ആത്മഭാരം, തീയുടെ ഒരു ആത്മഭാരം വർദ്ധിപ്പിക്കുകയാ. തീ കത്തുന്നതനുസരിച്ചിട്ട് വെള്ളം തിളക്കും. സ്തോത്രം. തീ കത്തുന്നതനുസരിച്ചിട്ട് വെള്ളം തിളക്കം. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മ ഈ ഒരു തലത്തിലൂടെ കയറി വന്നു. സ്വതം തീ എത്രത്തോളം ഫോഴ്സ് ഉണ്ടാകുമോ അത്രത്തോളം വെള്ളം എന്ത് ചെയ്യും? തിളക്കാൻ ഇടയായിത്തീരും. അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന മൂടിപ്പാത്രത്തെ അത് തകർത്ത് താഴ്ത്തിക്കൊണ്ട് ആ വെള്ളം പുറത്തേക്ക് കവിയുവാൻ ഇടയായിത്തീരും. തീ കൊണ്ട് വെള്ളം തിളക്കുന്നത് പോലെ ഒരാത്മശക്തി തന്റെ ജനത്തിലേക്ക് ഈ ദിവസം സ്വർഗത്തിലെ ദൈവം പകരാൻ പോകുകയാണ്. അടങ്ങിയിരിക്കരുത്. രാത്രിയുടെ യാമത്തിൽ ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായി. തിരിഞ്ഞു മറിഞ്ഞു കിടന്നുറങ്ങരുത്. ഉറക്കം കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ നിയോഗിക്കുകയാണ്. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഏതോ വിഷയത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കണം, ഞാൻ എന്തിനെ ശാസിക്കണം? പരിശുദ്ധ ദൈവം ചലിക്കും. കേട്ടോ മക്കളെ, ചിലതിന്റെ ഉറക്കം കിട്ടുപോകും. ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു ഉറങ്ങാൻ ശ്രമിക്കരുത്. ആ സമയത്ത് ഉണരണം. ദൈവസന്നിധിക്കണം. അപ്പോ ഞാൻ ഏത് വിഷയത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ ദൈവത്തിന്റെ കരം ചലിച്ചിറങ്ങും. ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. കേട്ടോ, ഈ ദിവസങ്ങളിൽ ഇതെല്ലാം സംഭവിക്കും. വെളിപ്പാടുകളും ദർശനങ്ങളും പ്രവചന ദൂതൊക്കെ ആയിട്ട് ചിലതങ്ങൾ എഴുന്നേൽക്കും. പ്രിയ മക്കളെ, നമ്മുടെ ബുദ്ധിക്കകത്ത് നിസ്സാരമെന്ന് തോന്നിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ദൈവം ശക്തമായിട്ട് കരത്തിലെടുക്കുവാനിടയായിത്തീരും. നമ്മുടെ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അപ്പൊ എന്നെ ഒന്ന് നിറയ്ക്കണമേ, പരിശുദ്ധ ദൈവം എന്നെ ഒന്ന് നിറയ്ക്കണമേ. ചിലരൊക്കെ ഇങ്ങനെ പറയാം, നീ ഞാൻ കേട്ടിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ, ആ ദൈവദാസൻ എന്തൊരു കൃപയാ, പക്ഷെ എവിടെയും പോകത്തില്ല. താൻ എങ്ങനെ ഇരിക്കും? ആ കൃപ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടുമായിരുന്നു. ഹല്ലേലൂയ. ആ ദൈവദാസന്റെ മേൽ കിടക്കുന്ന ആ കൃപ ദൈവദാസനെ നോക്കല്ലേ. സകല കൃപകൾക്ക് ഉടമസ്ഥനായി ഒരുത്തനുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു. അവനോട് നീ ഒന്ന് ചോദിക്ക. സൗജന്യമാണ്. നിന്റെ ഹൃദയത്തിന്റെ നിലവാരത്തെ അറിഞ്ഞുകൊണ്ട് സകലതും ദാനം ചെയ്യുവാൻ കഴിവുള്ള ഒരു യേശു കർത്താവ് ഇന്ന് പകല് നമ്മുടെ മധ്യത്തിലുണ്ട്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നീ ഒന്ന് ചോദിച്ചു വാങ്ങിക്ക. കൃപ എനിക്ക് താ, ഒരു അഭിഷേകം എനിക്ക് താ. സ്വതം ഗദരദേശം എന്ന് പറയുന്നത് ആൾപ്പാർപ്പില്ലാത്ത സ്വത പത്മോസ് പോലത്തെ ഒരു ദ്വീപൊന്നുമല്ല. ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാ. ശക്തന്മാരുണ്ട്, സ്വതം തികവേറിയവരുണ്ട്. പക്ഷെ ആർക്കും ഇവനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അടക്കാൻ പറ്റുന്നില്ല. കേട്ടോ പ്രതിമക്കളെ, നമ്മുടെ പട്ടണത്തിൽ അങ്ങനത്തെ ചിലരുണ്ട്. നിങ്ങളൊക്കെ താമസിക്കുന്ന ചുറ്റുപാടുകൾ ചിലരുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്, കഴിഞ്ഞൊരു സമയം ഒരു ചെക്കൻ 3 പേരെ എന്ത് ചെയ്തു? വീട്ടിൽ കയറി അടിച്ച് കൊന്നു. സ്തോത്രം. ഒരു അഭിഷേകമുള്ള ഒരുത്തൻ അതിന്റെ ചുറ്റുപാടുകൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ
ഞാൻ വിശ്വസിക്കുകയാണ്, അവനിൽ വ്യാപരിച്ച ദുഷ്ടശക്തി അന്ന് കീഴ്പ്പെടുമായിരുന്നു. അവനിൽ വ്യാപരിച്ച പൈശാചികമായ ആധിപത്യം അന്ന് വിട്ടുപോകുമായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അടങ്ങിയിരിക്കരുത്. നീ സേവിക്കുന്നത് കല്ലിനെയോ മണ്ണിനെയോ മരത്തിനെയോ ഗ്രില്ലിനെയോ ചില്ലിനെയോ ആമേശ്വരം വെള്ളിയെ പൊന്നിനെ അല്ല, ജീവനുള്ള ദൈവത്തെയാണ്. അവനെ വന്ന് പ്രസാദിപ്പിക്ക്. ലോകത്തിലുള്ളവരും നമ്മളും തമ്മിലുള്ളൊരു വ്യത്യാസം വേണോ? ആമേശ്വരം അവർക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട്? പണം അവരുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. വണ്ടി അവർക്കുണ്ട്, നിങ്ങൾക്കൊന്ന് എന്തുണ്ട്? വണ്ടിയുണ്ട്. വീടുണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട്? വീടുണ്ട്. സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട്? സ്ഥലമുണ്ട്. പക്ഷെ അവർക്കില്ലാത്തൊന്ന് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അഭിഷേകം. അവർക്ക് പ്രാപിക്കാൻ പറ്റാത്തത്, അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനമേ, സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാ. ആമേൻ. ലോകത്തിലില്ലാത്ത ഒന്ന്. ആമേൻ. സ്വതം എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. അവൻ കൂടെ ഇരുന്നിട്ടാ ഈ ഇരിപ്പിരിക്കുന്നത്. പ്രാപിക്കണം പ്രിയ മക്കളെ. അപ്പൊ എന്നെ വെറുതെ അയക്കരുതേ. അവൻ ദൈവത്തിന്റെ ഒരു അഭിഷേകം, ദൈവത്തിന്റെ ഒരു കൃപ, ഒരു ദൈവശക്തി എന്റെ മേൽ പകരണമേ. പട്ടണം കാണത്തക്ക നിലവാരത്തിൽ, ദേശം കാണത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ പ്രവർത്തന ജീവിതത്തെ മേൽ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഭൂതങ്ങൾ നിനക്ക് മുമ്പാകെ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. ആർക്കും മുമ്പാകെ? ഉണ്ടോ? ശബ്ദം പോയതുണ്ടോ? ആർക്കും മുമ്പാകെ? പറ പ്രിയ മക്കളെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരാ അവരെന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്. രോഗികളുടെ മേൽ കൈവച്ചാൽ സാധിക്കും ഈ ദിവസങ്ങളിൽ. അതിനായി ഹല്ലേലൂയ ആഗ്രഹം ഉണ്ടാകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. നിറക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ കരത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആത്മാവ് നമ്മളെ നടത്തും. പ്രിയ മക്കളെ, ആരോഗ്യമുണ്ടെങ്കിൽ പണിയെടുക്കാൻ എല്ലാ ആഴ്ചയിലും പോകാം. പക്ഷെ ചിലതൊക്കെ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് നീ ഉണ്ടായില്ലെങ്കിൽ നഷ്ടമാ കേട്ടോ. ഒരു കൃപ വീതിച്ചു കൊടുക്കുന്ന സമയത്ത്, ഒരു അഭിഷേകം വീതിച്ചു കൊടുക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ചിലത് പകരുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നീ ഇല്ലെങ്കിൽ നഷ്ടമാണ്. ജോലി നിനക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കൃപ എപ്പോഴും പ്രാപിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകലിൽ അടുത്ത ദിവസങ്ങളിലുള്ള ആഗ്രഹം അതായിരിക്കട്ടെ പ്രിയ മക്കളെ. എനിക്കെന്ത് വേണം? ഉള്ളവരുണ്ട്, കൃപയുള്ളവരുണ്ട്. പക്ഷെ അതൊന്നുകൂടി എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്ത് നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. പഴയത് പിടിച്ചുകൊണ്ടിരിക്കരുതെന്നേ. അന്ന് സംസാരിച്ച ആ അന്യഭാഷ തന്നെ ഇന്ന് സംസാരിക്കുന്നത് പോരെന്നേ. വർദ്ധിപ്പിക്കാൻ കഴിവുള്ള വർധനവിന്റെ ദൈവം ഇന്ന് പകൽക്കാലവും നിനക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നതെന്ന് ഞാൻ അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും. ഇന്ന് പകൽക്കാലം ചിലതിനെ ദൈവം നോക്കുകയാ. പ്രാപിച്ചില്ലെങ്കിൽ ഈ ഇരിപ്പ് എത്ര വർഷത്തോളം വേണമെങ്കിലും പോകാം. കുറച്ചു കാലമൊക്കെ കഴിയുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചില വ്യക്തിത്വങ്ങൾ നീരസം തോന്നും. ആമേൻ. കർത്താവേ, എനിക്കൊന്നും ഇങ്ങനെയുള്ള ആളുകളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പ്രാപിച്ചവൻ ഇട്ടാവട്ടത്ത് കിടന്ന് നിരങ്ങത്തില്ല. അവൻ പോകും സ്വർഗത്തിലെ ദൈവം അയക്കുന്നിടത്തേക്ക്. പ്രിയ മക്കളെ, അവൻ ഇട്ടാവട്ടത്ത് അവൻ കിടക്കത്തില്ല. പ്രാപിക്കുന്നവന് പട്ടണത്തിൽ കിട്ടത്തില്ല, പ്രാപിക്കുന്നവന് ദേശത്തിൽ കിട്ടത്തില്ല, പ്രാപിക്കുന്നവന് രാജ്യത്തിൽ കിട്ടത്തില്ല. സ്വർഗം അവനെ പൊക്കും. ഈ പല ദൈവസഭകളിലൊക്കെ കിടന്ന ആൾക്കാർ കിടന്ന് ഇടിപിടി കൂടുന്നത് കണ്ടിട്ടുണ്ടോ പ്രിയ മക്കളെ? എനിക്ക് അവസരം തന്നില്ല, എനിക്ക് സ്ഥാനം തന്നില്ല, എനിക്ക് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രാപിക്കാത്തതുകൊണ്ടാ. പ്രാപിച്ച നിന്നിവിടെ കിട്ടത്തില്ലെന്നേ. പ്രാപിച്ച നിന്നിവിടെ കിട്ടത്തില്ല. അഭിഷേകം നിന്റെ മേലുണ്ടോ? സ്വതം നിന്നെ കൊത്തിക്കൊണ്ടുപോകും, നിന്നെ പോക്കിക്കൊണ്ടുപോകും. ഒരു സ്ഥലത്തും നിന്നെ കിട്ടത്തില്ല. അത് പ്രാപിക്കാൻ തക്ക വിധം ഇന്ന് പകൽക്കാലം ഒന്ന് ഒരുക്കപ്പെട്. പ്രാപിച്ചവനെ കിട്ടത്തില്ല. കിട്ടത്തില്ലെന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അഭിഷേകം നിന്റെ ചുമലിൽ കിടക്കുന്നുണ്ടോ? നീ ഒന്നും പിടിച്ചൊന്നും പേടിക്കണ്ട. അവസരം നിന്റെ മുമ്പാകെ വരും. ആർക്കും ഒതുക്കാൻ പറ്റാത്തതിനെ ഒതുക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് മുമ്പാകെ വരും. ആരോടും ഒരവസരം തരൂ.
എന്നോട് ചില സമയങ്ങളിലൊക്കെ ചില ദൈവാസന്മാരൊക്കെ വിളിച്ചു ചോദിക്കും, പക്ഷെ ഇപ്പൊ ഫാസ്റ്റിംഗ് പറയണമെന്ന് ഞാൻ അവരെ വിളിക്കത്തേ ഇല്ല. അവരെ വിളിക്കത്തില്ല. അങ്ങനെ ഞാൻ ആരോട് ഇതുവരെ ഏകദേശം 26 വർഷത്തിലേക്ക് എത്തും. ശുശ്രൂഷകൾക്ക് ഇറങ്ങിയിട്ട് ഓരോ കാലങ്ങളായി ഓരോ മീറ്റിംഗ് ഇല്ലെന്ന്. ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവരുടെ ഉള്ളത്തിൽ ഇടപെടും. ഹല്ലേലൂയ. എന്നാൽ വിളിക്കുന്ന എല്ലാ സ്ഥലത്തും പോകത്തൂല്ല കേട്ടോ. വിളിക്കുന്ന എല്ലാ സ്ഥലത്തും പോകത്തില്ല. നിയോഗം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. അല്ലാത്തതെല്ലാം ക്യാൻസൽ. ഗൾഫ് യാത്രയാണെങ്കിൽ പോലും കേട്ടോ. സ്വതന്ത്രം നിയോഗം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. സ്വതന്ത്രം. ഹല്ലേലൂയ. ലോകത്തിന്റെ 7 വൻകരകളിലും പോകാൻ പരിശുദ്ധ ദൈവം വിസ അടിച്ചു തന്നിരിക്കുക. ആരുടെ കയ്യില് കണ്ടോ? എന്റെ കയ്യിലെന്ന് പറ. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞേ, വിസ കിടപ്പുണ്ടോ? ഉണ്ടോ? എവിടെ വചനം? നിങ്ങൾ യോഗമെങ്കിൽ പോയി സാങ്ഷനായി കിടക്കണല്ലേ, പ്രാപിച്ചാ മതി. പ്രീശലോ. എടാ, സ്വർഗത്തിലെ ദൈവം സീരി വെച്ച് തന്നിട്ടുണ്ട്. നീ അതൊന്ന് പ്രാപിച്ചാ മതി. സംശയം നേരിട്ടിരിക്കുന്നതുകൊണ്ടാ ഈ ഇരിപ്പിരിക്കുന്നത്. സ്തോത്രം. അതെല്ലാം പറക്കും. പരിശുദ്ധ ദൈവം നിന്നെ കൊണ്ടുപോകും. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമക്കൾ. ഈ ഇരിപ്പല്ല കർത്താവേ, എന്നെ ഈ പട്ടണത്തിന്റെ വൈപ്പിൻ പട്ടണത്തിന്റെ ഇത്ര ഇട്ടാവട്ടത്ത് മാത്രം ഇടുവാനാണോ നീ എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്? അതല്ല, ലോകത്തിന്റെ 7 വൻകരകളിലും അങ്ങയുടെ സാക്ഷിയായി തീരുവാൻ പരിശുദ്ധ ദൈവത്തിന്റെ കരം. വിളിച്ചു ചോദിക്കുന്നവർക്കൊന്നും ശുശ്രൂഷ കൊടുക്കത്തില്ല. സ്വതന്ത്ര ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടാ കൊടുക്കും കേട്ടോ. നിങ്ങളും കേട്ടോ പ്രതിമകളെ, ഒരാളോടും ഒരു മീറ്റിംഗ്, ഞാനൊരു മീറ്റിംഗിൽ ശുശ്രൂഷ ചോദിക്കരുത്. സ്വതന്ത്രം ചോദിക്കരുത്. അവന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. അതിനുള്ള അവസരം തരും. ഞാൻ ചിന്തിച്ചതല്ല. ഈ 1 ശമൂവേൽ പ്രവചനം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു പയ്യൻ, സ്വതന്ത്രം ദാവീദ് ചേട്ടന്മാർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പോകുക? ബ്രേക്ക്ഫാസ്റ്റ്, ചായ, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുക. അപ്പൻ കൊടുത്തയച്ച ആഹാരവുമായിട്ട് പോർക്കളത്തിലേക്ക് ചെല്ലുന്ന സ്തോത്രം ഇടയ ചെറുക്കനായിരിക്കുന്ന സ്തോത്രം ദാവീദ്. യോദ്ധാവല്ല, ആയോധിക കലകളൊന്നും അഭ്യസിച്ചിട്ടില്ല. തനിക്കറിയത്തില്ല വാളുകൊണ്ട് വെട്ടുമ്പോ എങ്ങനെ തടുക്കണം, പരിച കൊണ്ട് എങ്ങനെ തടുക്കണമെന്നോ, പരിച കൊണ്ട് തടുത്തിട്ട് വാളുകൊണ്ട് കുത്തണം, കുന്തം കൊണ്ട് ഒന്നും അറിയത്തില്ല. എന്തിനേറെ പറയുന്നു, അവര് ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ട് നടക്കാൻ അറിയത്തില്ല. പക്ഷേ ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചവനായിരുന്നു. അവസരം വരികയാണ് കേട്ടോ. അവസരം അവന്റെ മുമ്പിൽ വരും. അവസരം ദൈവം തരും. ആർക്കും നമ്മളിപ്പോ വായിച്ചത് അങ്ങനെയാണ്. ആർക്കും അടക്കാൻ പറ്റാത്തതിനെ അവൻ നിന്റെ കരം കൊണ്ട്, നിന്റെ ആദരങ്ങൾ കൊണ്ട് അടക്കുവാൻ തക്ക വിധം പരിശുദ്ധ ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിന്നെ അവരുടെ മുമ്പാകെ സ്വർഗ്ഗമെത്തിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അന്ന് യാദൃച്ഛികമായിട്ട് ചെല്ലുകയാ. അന്ന് 40-ാമത്തെ ദിവസമാ. ആരുടെ? ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന 40-ാമത്തെ ദിവസമാ. അന്നാണ് ദാവീദ് അവിടേക്ക് ചെല്ലുന്നത് ചേട്ടന്മാർക്ക് ആഹാരം കൊടുക്കാനാ. പക്ഷെ ചെല്ലുമ്പോ കേൾക്കുന്ന കേൾവി എന്താണെന്നറിയാമോ? യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരെ നിന്ദിക്കുകയാ ഗോലിയാത്ത്. 17-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. അവിടെ അവനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശെക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശെക്കൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. ഏകദേശം ഒരു രൂപം കിട്ടി. അദ്ദേഹത്തെ കുറിച്ച് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ശേക്കയിലും സ്തോത്രം അതിന്റെ ഗ്രാമം തൂക്കമൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോ കിട്ടും. സ്തോത്രം ദാവീദ് ഏകദേശം അവന്റെ ഇത്രയൊക്കെ എത്തുമെന്ന് തോന്നണം. അതുപോലുള്ളൊരു മനുഷ്യനാണ് 40 ദിവസമായിട്ട്. ഇസ്രായേലിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും തോൾപ്പൊക്കമുള്ള മനുഷ്യനാണ് ഇസ്രായേൽ രാജാവായിരിക്കുന്ന ശൗല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും തോൾപ്പൊക്കമുള്ള മനുഷ്യനാണ് സ്വതന്ത്രം ഇസ്രായേൽ രാജാവായിരിക്കുന്ന ശൗല. തന്നോട് കൂടെയുള്ള പടനായകന്മാർ, പടയാളികൾ
അവൻ ചെറിയ ആളുകളൊന്നുമല്ല. പക്ഷെ അവരെല്ലാം ഞെട്ടി ഉറച്ചു നിൽക്കുകയും ഇവന്റെ മുമ്പിൽ. ഇവൻ പറയുന്നത് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിലുള്ള ഒരുത്തൻ ഇങ്ങോട്ട് വിടുക, ഞാനും അവനും തമ്മിൽ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യാം. നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഈ രാജ്യം ഫെലിസ്തീനെ മുഴുവൻ നിങ്ങൾക്ക് അടിമകൾ. പക്ഷെ ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഈ ഇസ്രായേൽ രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതാണ് വ്യവസ്ഥ. നമ്മൾ എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ എന്ത് ചെയ്യണം? വിടണം. 39 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നിട്ട് വിളിച്ചു പറയുന്നത് എന്താ? ഒരുത്തൻ എന്ത് ചെയ്യണം? വിടണം. പോകാനായിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, നീ പോ, ആമേ, ഇയാള് പോ, ആമേ, സ്തോത്രം. ഇത് പറഞ്ഞ് രണ്ട് സൈഡിലും, രണ്ട് ചരിവിലും, കുന്നിന്റെ രണ്ട് ചരിവിലും പടയാളികൾ നിരന്ന് നിൽക്കുകയാ. അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. അതിന്റെ മുമ്പിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മല്ലൻ. ആമേ സ്തോത്രം. അപ്പുറത്ത് അങ്ങനെ നിൽക്കാൻ ആരും തന്നെ ഇല്ല. അപ്പോഴാണ് ആമേ സ്തോത്രം, ആമേ അപ്പൻ ആമേ സ്തോത്രം ചേട്ടന്മാർക്ക് കൊടുക്കുവാൻ ആഹാരം കൊടുത്ത് വിട്ടിരിക്കുന്ന ഇടയച്ചെറുക്കനായിരിക്കുന്ന ദാവീദ് ചെല്ലുന്നത്. ഹല്ലേലൂയ. തനിക്കത് ഉള്ളം കൊണ്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. അന്നെ യുദ്ധത്തിന് നിർത്തോ? ചേട്ടന്മാര് സമ്മതിക്കോ? സമ്മതിക്കത്തില്ല. കാരണം ഇവൻ ആരെയും യോദ്ധാവായിട്ട് ഒരു അമ്പ് ചെയ്ത് പോലും കൊല്ലുന്നത് കണ്ടിട്ടില്ല. ഒരു മീനെ പോലും അമ്പ് ചെയ്ത് പിടിക്കുന്ന, ഒരു പക്ഷിയെ പോലും അമ്പ് ചെയ്ത് ആമേശ്വരം എടുക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇവൻ എങ്ങനെയാണ് ഗോലിയാത്തിന്റെ മുമ്പിൽ വിടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയായിരുന്നു ചിന്ത. ആമേൻ. എന്നാൽ പ്രിയ മക്കളെ, അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അവനിൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ. ആമേശ്വരം. ആർക്കും അടക്കാൻ പറ്റാത്തതിനെ, ആർക്കും ഒതുക്കാൻ പറ്റാത്തതിനെ, ആർക്കും തകർക്കാൻ പറ്റാത്തതിനെ തകർക്കാൻ കഴിവുള്ള ഒരു അഭിഷേകമാണ് അവൻ ദാവീദിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്നത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, ലോകത്തിന്റെ ഒരു ശക്തിയല്ല നിന്റെ അകത്തളത്തിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അവൻ അങ്ങ് ചെല്ലുകയാ. അവൻ ചരിത്രമല്ല നിങ്ങൾക്ക് അറിയാലോ. അവൻ അങ്ങ് ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരാം. ഇവൻ ചെല്ലുന്നത് കണ്ടപ്പോ ഇവൻ എന്തൊക്കെ എഴുത്തുണ്ടായി ചെല്ലുന്നത്? തോട്ടിൽ നിന്ന്. ആമേ സ്തോത്രം. 17:40 തോന്നുന്നു. ആമേ സ്തോത്രം. 40 വാക്യം ഒന്ന് വായിച്ചേ. 17 അധ്യായത്തിന്റെ 40 വാക്യം വേഗത്തിൽ. പിന്നെ അവൻ തന്റെ വടിയെടുത്ു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തെരഞ്ഞെടുത്തു. യോദ്ധാവായിരിക്കുന്ന പലരും കയ്യിൽ വാളും പരിചയമേന്നിരിക്കുമ്പോൾ ആമേശ്വരം ഇടയച്ചെറുക്കനായിരിക്കുന്ന ദാവീദ് തോട്ടിൽ നിന്ന് 5 കല്ല് പറക്കിയെടുത്തു. അപ്പൊ ഈ കല്ലുമായിട്ട് ഇവൻ പറക്കുന്നതൊക്കെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗോലിയാത്ത് അവിടെ നോക്കി കാണുന്നുണ്ട്. എടാ, ഇവൻ എന്താ പറക്കുന്നത്? കേട്ടോ പ്രിയ മക്കളെ, നമുക്ക് ഈ ലോകത്തിന്റെ നിയമത്തോടോ രാജ്യത്തിന്റെ അധികാരികളോടോ എതിർത്ത് നിൽക്കാൻ ഒരുപക്ഷെ കപ്പാസിറ്റി ഉണ്ടാകത്തില്ല, ആരോഗ്യം ഉണ്ടാകത്തില്ല, ആൾബലം ഉണ്ടാകത്തില്ല, സ്വാധീനം ഉണ്ടാകത്തില്ല, പണം ഉണ്ടാകത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ? മുഴങ്കാൽ മടക്കാൻ കഴിവുള്ളവനാണോ? സ്വർഗം തുറക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീരും. രാജാക്കന്മാരെ, അധികാരികളെ നിന്റെ കാൽ കീഴിൽ വരുത്തും. ഇവൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനാ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാ, ആരാധിക്കുന്ന ഒരു മനുഷ്യനാ, അഭിഷേകമുള്ള ഒരു മനുഷ്യനാ. ആമേ തോട്ടിൽ നിന്ന് കല്ലും പറക്കിക്കൊണ്ട് ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഗോലിയാത്ത് ചോദിക്കും, ഞാൻ എന്താണ് നായേ? ഞാനെന്താ പട്ടിയാണോ നീ ഈ കല്ലും പുറകിക്കൊണ്ട് വരുന്നത്? പക്ഷെ പിന്നത്തേതിൽ അവിടെ കാണുന്നത് ചെറിയൊരു സംഭവമല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആമേ സ്വതം ഇടയൻ രാജാവായി മാറും. ആമേ യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി മാറും. നിന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് ആമേ ലോകത്തിൽ ഏതെങ്കിലും ആമേ നന്മയുടെ പ്രവൃത്തികളല്ല, മറിച്ച് അകത്ത് കിടക്കുന്ന അഭിഷേകം, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ആമേൻ. ഇടയൻ ആരായി മാറി? രാജാവായി മാറി. 48 വാക്യം വായിച്ചേ വേഗത്തിലൂടെ. ഫിലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ല് എടുത്ത് കവിണിയിൽ വെച്ച് വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കവിണ് വീണു. ഇങ്ങനെ ദാവീദ് കവിണയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്ത്യനെ ജയിച്ചു. ഫിലിസ്ത്യനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. തരും ദൈവം. ആമേ, തരും ദൈവം. നിനക്ക് എന്താണ് ആവശ്യം? നിനക്ക് എന്താണ് ആവശ്യം? ആവശ്യങ്ങൾ അറിഞ്ഞ ആമേ ഒന്നുമില്ലായ്മയെല്ലാം സകലത് ഉളവാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നിനക്ക് ആവശ്യമുള്ളതൊക്കെയും തന്നു നടത്തുവാൻ ശക്തിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം ഒന്നുകൂടി മനസ്സിലാക്കട്ടെ.
ചെയ്യാൻ ശക്തനായ ദൈവമാ, കരുതാൻ ശക്തനായ ദൈവമാ. വാളില്ലേ, ആൾബലമില്ലേ, സ്വാധീനമില്ലേ, പണമില്ലേ, തരും. ദൈവം തരും, കർത്താവ് തരും. വാളവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആരുടെ കയ്യിലുണ്ടായിരുന്നു? ശത്രുവിന്റെ കയ്യിലുണ്ടായിരുന്നു, ഗോലിയാത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വാളുകൊണ്ടാ അവൻ കുഴിക്കുന്നവൻ മതില് പൊളിക്കുന്നവനെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ വാൾ അവന് തന്നെ വിനയായി തീർന്നു. താഴെ വീണ് കിടക്കുന്ന സ്തോത്രം ഗോലിയാത്തിനെ ദാവീദ് ഓടിച്ചെന്ന് അവന്റെ കയ്യിലിരുന്ന വാളുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ പോകാൻ തയ്യാറായാൽ മതി, ബാക്കി കാര്യം കർത്താവ് ചെയ്തോളും. നീ എഴുന്നേൽക്കാൻ തയ്യാറാണോ? ബാക്കി കാര്യം കർത്താവ് ചെയ്തോളും. എടാ, യോർദാനിലേക്ക് കടക്കുമ്പോൾ എലീശയുടെ കയ്യിൽ ഒന്നുമില്ലെന്നേ, പക്ഷെ അവൻ്റെ അകത്തളത്തിൽ വിശ്വാസമുണ്ട്. കൂടെയുള്ളവനോട് ഒരു പക്ഷെ ചോദിച്ച തരും. ഒന്നും കിട്ടിയില്ല, പക്ഷേ അവൻ്റെ യജമാനന്റെ ഒരു പുതപ്പ് എവിടെ വന്ന് വീണു? അവന്റെ തോളത്ത് വന്ന് വീണു. ഹല്ലേലൂയ. അതുമായിട്ട് യോർദാന്റെ കരയിൽ നിൽക്കുകയാ. കുലംകുത്തി ഒഴുകുന്ന യോർദാൻ അതിന്റെ കരയിൽ നിൽക്കുകയാ. ഈ നിൽപ്പ് എലീശ 10 വർഷം നിന്നാലും യോർദാന് മാറ്റമുണ്ടാകത്തില്ല. മറിച്ച് നിന്റെ മേൽ കിടക്കുന്ന പുതപ്പെടുത്തുകൊണ്ട് ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നടിക്കുക. ഇന്ന് പകൽക്കാലം നിനക്കൊന്ന് എഴുന്നേൽക്കാമോ? അവിടെയാ യോർദാൻ രണ്ടായി പിരിയുന്നത്. പ്രാപിച്ച അഭിഷേകം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാ, പ്രാപിച്ച ദൈവകൃപയും പിടിച്ചുകൊണ്ടിരിക്കുകയാ. ആ നിൽപ്പ് നീ വർഷങ്ങളോട് അവിടെ നിൽക്കും. മറിച്ചൊരു മാറ്റം വരണമോ, മറിച്ചൊരു വ്യത്യാസം വരണമോ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണണമോ, പുതപ്പെടുക്കുക. മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി ഒന്ന് അടിക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചലിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കോ പ്രിയ മക്കളെ. അഭിഷിക്തന്മാരെ ദൈവം നോക്കുകയാ, അഭിഷിക്തകളെ സ്വർഗത്തിൽ നോക്കുകയാ. പട്ടണത്തിൽ വിശ്വസ്തന്മാരെ ദൈവം തിരയുകയാണ്. നിനക്കായി തീരാമോ? എന്നെ ഒന്ന് ഉപയോഗിക്കുക കർത്താവേ, എന്നെ ഒന്ന് കരത്തിൽ വഹിക്കുക ദൈവമേ എന്ന ആഗ്രഹത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഈ ദൂത് നിനക്കുള്ളതാ. ആമേൻ. മക്കളെ, ഈ നിൽപ്പ് ഈ യോർദാന്റെ കരയിൽ 10 വർഷം നിന്നാലും 20 വർഷം നിന്നാലും 30 വർഷം നിന്നാലും ഈ യോർദാൻ എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല. പക്ഷെ എന്തെടുക്കണം? പുതപ്പെടുക്കണം. കേട്ടോ, വീണിട്ടുണ്ടോ പുതപ്പ് വീണിട്ടുണ്ടോ? ഈ ദിവസങ്ങളൊന്ന് പുറത്തെടുക്ക പ്രിയ മക്കളെ. മുതുകത്ത് കിടക്കുന്ന പുതപ്പ് നിന്റെ കരത്തിലൊന്നെടുത്ത ആ കരത്തിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം ഒന്ന് പുറത്തെടുക്കുക. ദൈവജനം ഒരുക്കപ്പെടുമോ ആ സെക്കൻഡിൽ അഭിഷേകം പ്രവൃത്തി വെളിപ്പെടും പ്രിയ മക്കളെ. സ്തോത്രം. എന്നും ഒരേപോലെയുള്ള പ്രാർത്ഥന, എന്നും ഒരേപോലെയുള്ള അന്യഭാഷ, എന്നും ഒരേപോലെയുള്ള ചിന്താഗതി മാറ്റം വരട്ടെ പ്രിയ മക്കളെ. ദൈവം മാറ്റാൻ ആഗ്രഹിക്കുകയാ. ചിലതിനെ പുതുക്കിയെടുക്കാൻ പോകുകയാ. പഴയ തുരുത്തിയൊക്കെ സ്വർഗത്തിലെ ദൈവം മാറ്റിയിട്ട് ഒരു പുത്തൻ തുരുത്തിയാക്കി ഇന്ന് പകൽക്കാലം തീർത്തെടുക്കുക സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാ. എനിക്കൊരു പുതുക്കം വേണം കർത്താവേ. ഇത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. എനിക്കൊരു പുതുക്കം വേണം ദൈവമേ, എനിക്കൊരു പുതുക്കം വേണം. ഇങ്ങനെ പോയ കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം എന്നെ നിറയ്ക്കണമേ എന്നാഗ്രഹിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവം ഒരു ശക്തി നിങ്ങളുടെ മേൽ പകരും. ആമേൻ. ആഗ്രഹമുണ്ടോ? നിറക്കുന്ന പകല ഒഴിഞ്ഞ പാത്രമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ പാത്രങ്ങളായി മടങ്ങുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കുന്ന പകൽക്കാലമാ നിനക്ക് വേണ്ടി യേശു തകർക്കപ്പെട്ടത്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തി ഇന്ന് പകലിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവം. ആത്മാവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവൻ ചലിക്കുന്നുണ്ട്. ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം ഇതിന്റെ മധ്യത്തിൽ ചലിക്കുന്നുണ്ട്.
പ്രിയ മക്കളെ, നീ സംശയിക്കണ്ട, നീ സംശയിക്കണ്ട. ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്, ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. അടക്കി വെക്കാൻ പറ്റാതെ വണ്ണം തീ കൊണ്ട് വെള്ളം തിളക്കുന്നത് പോലെ ഒരു ആത്മശക്തി ചിലതിന്റെ മേൽ ഈ സെക്കൻഡിൽ വ്യാപരിക്കുന്നുണ്ട്. ഓ ഒഴിഞ്ഞ കൈയോടെ നടത്തത്തില്ല, ഒഴിഞ്ഞ പാത്രമായി വിടത്തില്ല. നിറച്ചു നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. ഓ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന ദൈവം. ഓ ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ഇത് ഇവിടം കൊണ്ട് നിൽക്കത്തില്ല പ്രിയ മക്കളെ, കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഇത് തീരത്തില്ല. ഇത് കത്തിക്കൊണ്ടേയിരിക്കും, ഇത് കത്തിക്കൊണ്ടേയിരിക്കും. പട്ടണത്തിന്റെ പുറത്തേക്ക് ഇത് നീളാൻ പോകുകയാ, പട്ടണത്തിന്റെ പുറത്തേക്ക് ഇത് വ്യാപരിക്കാൻ പോകുകയാ. ഇതിന്റെ അകത്ത് നിന്ന് കല്ലെടുത്തെറിയുന്നത് പോലെ ചില വ്യക്തിത്വങ്ങളെ പുറത്തേക്ക് എടുത്തെറിയാൻ പോകുകയാ ആത്മശക്തിയോട്. ഓ പാരാസി അന്തരാജ അൽക്കാരഗശാമനാസി വൈഷംബരക്സ്യദര. ഹല്ലേലൂയ. ഓ ജുബരഗസിഗദരഗദേ അർദൽകടഗരഗക്ഷദരഗസ്യന്തരാജനഗസ്യാബ. ആമേൻ, 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 ആമേൻ. രഗന ഹദരാ ജഗല രഗദേ അർദൽ വേദ രഗദൽ കടഗരഗക്ഷദാര. നിങ്ങളല്ലട്ടോ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ജഡമല്ലട്ടോ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധി അല്ലട്ടോ നിയന്ത്രിക്കുന്നത്. അവൻ നിയന്ത്രിക്കാൻ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, നിയന്ത്രിക്കാൻ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നിന്റെ ബുദ്ധിക്കകത്ത് നിന്ന് പോകുകയാ, നിന്റെ കൺട്രോളിൽ നിന്ന് പോകുകയാ പരിശുദ്ധാത്മാവ്. ആദരം തുറക്ക് പ്രിയ മക്കളെ, ആദരം ഒന്ന് തുറന്ന് നാവിനെ കേട്ട് ദൈവം അഴിക്കുകയാ, പരിശുദ്ധാത്മാവിനെ ചിലത് നിറയ്ക്കുകയാ. ഓ ജീസസ്, ചുറ്റുപാട് നിന്നെ കണ്ടതിശയിക്കുന്ന ദിവസങ്ങൾ, ചുറ്റുപാട് നിന്നെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദിവസങ്ങൾ മുമ്പിൽ കിടക്കുകയാണ്. ആമേ, ഒന്നും നോക്കണ്ട, ആരെയും നോക്കണ്ട, ഇടത്തും വലത്തും ഇരിക്കുന്നവനെ നോക്കണ്ട. ആമേ, സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കി. എല്ലാ കണ്ണുകളും ദൈവം അടക്ക പ്രിയ മക്കളെ. ഓ അസൽ കടകരകക്ഷതരാജനകസിയാന്തരേ. അപ്പാ നിറയ്ക്കണമേ ദൈവമേ, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പുതുഭാഷകൾ ചിലതിനെ കേട്ടഴിയുകയാ, ചിലതിന്റെ ആദരത്തിന് കേട്ടഴിയുകയാ. പുതുഭാഷകളാ. ആര് കൈവെക്കണ്ട, കൈവെക്കേണ്ടവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്, കൈവെക്കേണ്ടവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ചിലതിനെ തൊടുകയാ. നിന്റെ ആരോഗ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ചില ശാരീരിക ബലഹീനതകളെ പരിശുദ്ധ ദൈവം തൊട്ടും മാറ്റുകയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ചില രോഗക്കെട്ടുകൾ സ്വർഗം അഴിക്കുകയാ, ചില ഭാരങ്ങൾ സ്വർഗം മാറ്റുകയാ, ചില ബലഹീനതകൾ ദൈവം മാറ്റുകയാ, ചില അസ്വസ്ഥതകൾ ദൈവം മാറ്റുകയാ. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ചില ചിന്താകുലങ്ങളെ സ്വർഗത്തിലെ ദൈവം മാറ്റുകയാ. ഓ ചില കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ട്, ചില കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ട്. ഇപ്പോൾ നീ നിന്റെ കൺട്രോളിലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Amen.
Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. കരത്തിലൊന്നും വേണ്ട കേട്ടോ, നിന്റെ കയ്യിലൊന്നും വേണ്ട, ദൈവം തരും, ദൈവം പരമേൽപ്പിക്കും. ദാവീദേ, നിന്റെ കയ്യിൽ നിന്ന് വാളില്ല എന്നൊരു ചിന്തയാണോ, ആമേ പരിചയമില്ല എന്നൊരു ചിന്തയാണോ, ആമേ തരുവാൻ കഴിവുള്ള ഒരുത്തനാ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. ആമേ ഭയപ്പെടേണ്ട, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന് തോന്നും, എന്റെ ജീവിതത്തിൽ എന്തൊരു പ്രത്യേകതയുണ്ടല്ലോ, എന്തൊരു മാറ്റമുണ്ടല്ലോ. കേട്ടോ പ്രിയ മക്കളെ, ഈ ഇരിപ്പും മാറ്റും ദൈവം. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ. എനിക്ക് സമയം എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ആത്മാവിന് വലിയൊരു കാര്യം ഇവിടെ ചലിക്കുന്നുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങാം. ആമേൻ. സ്തോത്രം. മർക്കോസ് സുവിശേഷത്തിൽ ആർക്കും അടക്കാൻ പറ്റാത്തതിന്, കേട്ടോ ആമേൻ. സ്തോത്രം. ഇത് ദൂത, ഇതിന്റെ അകത്ത് ഇന്ന് തലവണക്കിരിക്കുന്ന നിങ്ങളുള്ള ദൂത, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, പരിസരങ്ങളിൽ, അയൽക്കാരിൽ, സ്വന്തം നിങ്ങളുടെ സ്വന്തം ബന്ധത്തിൽ ആർക്കെങ്കിലും അടക്കം പറ്റുന്നില്ല, ഇവൻ എന്റെ കൺട്രോളിൽ കിട്ടുന്നില്ല, ഇവൻ എന്റെ കൺട്രോളിൽ നിന്ന് പുറത്താ എന്ന് പറയുന്നതിനെ നോക്കി നീ പ്രാർത്ഥിച്ചോ. അടുത്ത ദിവസങ്ങളിൽ നിനക്ക് മുമ്പാകെ ചിലത് കീഴ്പ്പെടാൻ പോകുകയാ, നിനക്ക് മുമ്പാകെ ചിലത് വിധേയപ്പെടാൻ പോകുകയാ, നീ പറയുമ്പോൾ ചിലത് അനുസരിക്കാൻ പോകുകയാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മുമ്പാകെ വരും. നീ ആ വ്യക്തികളെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് മുമ്പാകെ വരും, മുട്ടുമടക്കും. ഇവിടെ ഗദരദേശത്ത് കാലെടുത്ത് വെച്ച് കയറുന്ന യേശുവിന് മുമ്പാകെ ഒരുത്തൻ ഓടി വരികയാ. എന്നെ എന്ത് ചെയ്യരുതേ, ദണ്ണിപ്പിക്കരുതേ, സമയത്തിന് മുമ്പേ എന്നെ ദണ്ണിപ്പിക്കരുതേ. ഹല്ലേലൂയ. കേട്ടോ, നിനക്ക് മുമ്പാകെ വരാൻ പോകുക ഈ ഫാസ്റ്റിംഗ് പ്രയർ, ദിവസങ്ങളിലെ പ്രാർത്ഥന, ഹൃദയപൂർവമുള്ള നിന്റെ ആരാധന, അതിൻ്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി. മക്കളെ, ഞാനിന്ന് നിൽക്കുന്നത്, നിങ്ങളിന്ന് നിൽക്കുന്നത് കൃപയാല. ആമേൻ. സ്വതം ഒരുത്തന് വേണ്ടിയെങ്കിലും, ഹല്ലേലൂയ, യേശു ലോകത്തിന് വേണ്ടി യാഗമായി തീർന്നു. ഒരു നശിച്ചു പോകുന്ന ഒരുത്തന് വേണ്ടിയെങ്കിലും ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നെ സമർപ്പിക്കുകയാണ്. എത്രത്തോളം പ്രാർത്ഥിക്കാൻ കഴിയും, എത്രത്തോളം അവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കഴിയും, അവനെ കൊണ്ട് എത്രത്തോളം അവനൊന്ന് കൊണ്ടുവരാൻ കഴിയും. ഒരുക്കപ്പെട്ടോളണം. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമ്പോ ഒരു പ്രതിഫലം നിനക്കുണ്ടാകും. ഈ നന്മകളിലാണ് നിനക്ക് പ്രതിഫലം കിട്ടുന്നത്. ആമേൻ. അല്ലാതെ ലോകത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു നന്മയിലുമല്ല. ഒരാത്മാവിന്റെ വില മുഴുവൻ ലോകത്തെക്കാൾ വലുതാണ്. എല്ലാ കണ്ണുകളും അടക്കണം. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങൾ നല്ല ദൈവമേ, ഗദരദേശത്ത് മാനസിക നില തകർന്ന് സ്വന്തം വീട് കല്ലറ, ശവക്കല്ലറയാക്കി മാറ്റി, അതും അവന് നല്ലതെന്ന് ചിന്തിച്ച് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. വസ്ത്രമില്ല, സ്വന്തം ബന്ധങ്ങളെല്ലാം അവന് വിട്ടകന്നു പോയി, ആർക്കും വേണ്ടാത്തവനായി രാവും പകലും അലറിക്കൊണ്ടും ദോഷം പ്രവർത്തിച്ചു, സ്വന്തം ശരീരത്തെ കല്ലുകൾ കൊണ്ടിടിച്ചു, ചതച്ചു, കയ്യിലും കാലിലുമുള്ള ഇരുമ്പ് ചങ്ങലകൾ ഉരുമി പൊട്ടിച്ചും കൊണ്ട് ആർക്കും വേണ്ടാത്തവനായി മാറിക്കിടക്കുന്ന ഒരുത്തനെ തേടി അരുമനാഥനായ യേശു ആ പട്ടണത്തിൽ കാലെടുത്ത് വെച്ചു എങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക് ദൈവ പൈതലേ. ജനിപ്പിച്ച വളർത്തിയ മാതാപിതാക്കൾ ഇവൻ മരിക്കട്ടെ, ഇവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ശാപവാക്കുകൾ പറഞ്ഞു ചിലതിനെയൊക്കെ മാറ്റിയിട്ടിരിക്കുമ്പോൾ ആർക്കും ഒതുക്കാൻ പറ്റാത്തതിന് ഒതുക്കാനുള്ളൊരു അഭിഷേകം ഇന്ന് സ്വർഗത്തിലെ ദൈവം ചിലതിന്റെ മേൽ പകരാൻ പോകും.
എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേൽക്കാമോ? കർത്താവേ, എനിക്കൊരു അഭിഷേകം, എനിക്കൊരു കൃപ വേണം കർത്താവേ. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇതുപോലെ നശിച്ചതാ, ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇതുപോലെ തള്ളപ്പെട്ടതാ, ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്തവനായി തീർന്നതാ. എന്നെ തൊട്ട എന്റെ നാഥനെ, എന്നെ വേർതിരിച്ച എന്റെ കർത്താവേ, തകർന്നു കിടക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നേടിയെടുപ്പാൻ ഒരു അഭിഷേകം, ഒരു കൃപ എന്റെ മേൽ. എത്ര പേരുള്ള കരങ്ങളൊന്നും ഉയർന്നിരുന്നട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങൾക്കൊന്നും വേണ്ട. പാപം ചെയ്ത് ലോകം നശിയുമോ? പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്യുമ്പോൾ കർത്താവേ, പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്നും ക്രിസ്തുവിന്റെ നാമത്തിൽ വലിച്ചെടുപ്പാനുള്ള ഒരു അഭിഷേകം അങ്ങനെ ജനത്തിന്റെ മേൽ ദൈവം പകരണമേ കർത്താവേ. എല്ലാറ്റിനേക്കാൾ ഉപരി ഒരു ആത്മഭാരം അങ്ങനെ മക്കൾക്കുണ്ടാകട്ടെ. ലഭിക്കുന്ന സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു വാഞ്ച അങ്ങനെ മക്കളുടെ അകത്തളത്തിൽ കാത്തിട്ട കർത്താവേ, നിറക്കണമേ ദൈവമേ, നിറക്കണമേ കർത്താവേ. ആത്മാവിന് വലിയൊരു അഭിഷേകത്തിനല്ലാതെ ഈ പട്ടണത്തെ ഇവരെ നിർത്താൻ പറ്റത്തില്ല കർത്താവേ. അധികാരമുള്ളത് കൊണ്ടോ, പണം ഉള്ളത് കൊണ്ടോ, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ ഈ പട്ടണത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു, അധികാരികൾ തിരിച്ചറിയുന്നു. എന്നാൽ അഭിഷേകത്തിന് മുഖത്തെ തകർക്കാൻ കഴിയും, അഭിഷേകത്തിന് മുഖത്തെ തകർക്കാൻ പറ്റും. ഇന്ന് പകലിൽ ആ ഒരു അഭിഷേകം തന്റെ ജനത്തിന്റെ മേൽ പരിശുദ്ധ ദൈവം പകരണമേ. നശിച്ചു പോകുന്നവരെ നേടിയെടുപ്പാൻ, തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുപ്പാൻ ഒരു ദൈവ കൃപ നമ്മുടെ മക്കളുടെ മേൽ പകരണമേ കർത്താവേ. അവൻ നിലവിളിക്കാനുള്ള ഒരു മനസ്സ്, അവൻ കരയുവാൻ തലയെ വെള്ളം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. കണ്ണുനീരോടെ വിതക്കണം, ആത്മാവ് ബലപ്പെടുത്തണം. സിയോൻ പുത്രിയെ ഓലെ കണ്ണുനീരോടും കർത്താവ്, ഞങ്ങളുടെ ദേശം നശിക്കരുത്, ഞങ്ങളുടെ പട്ടണം നശിക്കരുത്, ഞങ്ങളുടെ യുവതി യുവാക്കൾ നശിക്കരുത്. എല്ലാവരെയും ആത്മാവിനെ അഭിഷേകത്താൽ കേട്ടവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചെയ്യുവാൻ സ്വർഗം മഹത്വം ദൈവം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ